Hello, welcome to market discussion of the day. Today, 19th of Jan 2026. മൺഡേ ആണ്, പുതിയൊരു വീക്കാണ്. സോ പുതിയൊരു വീക്കിൽ നമ്മൾ ഇപ്പോൾ ഞാനൊക്കെ മാർക്കറ്റ് തുറന്ന് നോക്കിയപ്പോൾ കണ്ട റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഓൾ ടൈം ഹൈ എത്തി നിൽക്കുന്ന ഗോൾഡിൻ്റെ പ്രൈസാണ്. 4690 വരെയാണ് രാവിലെ മാർക്കറ്റ് ഓടിയത്. അത് വലിയൊരു എന്താ പറയുക, ഒരു 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 ജമ്പ് അപ്പാണ് സ്റ്റാർട്ട് ചെയ്തത്. വെള്ളിയാഴ്ച 4596 നിന്ന് അവസാനിച്ച മാർക്കറ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് 4628, ഓൾമോസ്റ്റ് 300-350 പിപ്പോളം ജമ്പ് അപ്പ് ചെയ്തിട്ടാണ് ഇന്ന് ഗോൾഡ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. സോ അതിനുള്ള പല റീസൺസും ഉണ്ട്. നമ്മളുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ പല രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, അത് ഗ്രീൻലാൻഡിനെ വേണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ, ആ ഗ്രീൻലാൻഡിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്കെതിരെ 10% താരിഫ്, അതും ബേസിക്കലി വർഷങ്ങളായിട്ട് കൂട്ടുകാരായിട്ടിരുന്ന യൂറോപ്യൻ കൺട്രീസിലെ പല രാജ്യങ്ങൾക്കും എതിരെ, ഇൻക്ലൂഡിങ് UK പോലും 10% താരിഫ് കൊടുത്തു എന്നുള്ളൊരു ന്യൂസിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടു അല്ലേ. സോ അതൊക്കെ കൊണ്ടിട്ടാണ് ആക്ച്വലി മാർക്കറ്റ് മുകളിലോട്ട് പോയത്. ഓക്കെ, സോ റിയൽ ഇമ്പാക്റ്റ് ഇന്ന് വരത്തില്ല, റിയൽ ഇമ്പാക്റ്റ് നാളെ ആയിരിക്കും വരുന്നത്. കാരണം ഇന്ന് US ഹോളിഡേ ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ ബേസിക്കലി എനിക്ക് എന്താ പറയുക, പനി പിടിച്ചിട്ട് അല്ലെ ഫുഡ് പോയ്സൺ അടിച്ചിട്ട് ഒട്ടും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ടാണ് എനിക്കൊരു എനർജി ഇല്ലാത്ത രീതിയിൽ ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, സോ എന്നാലും മാക്സിമം പറഞ്ഞു പോകാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്ക് ഇതിനെക്കുറിച്ച് പൊളിറ്റിക്കൽ സൈഡിലുള്ള ന്യൂസുകളെക്കുറിച്ച് ആദ്യമേ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അതിന് ശേഷം നമ്മൾ എല്ലാ തിങ്കളാഴ്ചയും പറയുന്നത് പോലെ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകളെ കുറിച്ച് പറയാം. അതിനുശേഷം നമുക്ക് ടെക്നിക്കൽ റേഞ്ചിലോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് വെള്ളിയാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഒറ്റയടിക്ക് ഒരൊറ്റ ക്യാൻഡിൽ പോയിട്ട് ഓൾമോസ്റ്റ് ഒരു $100 താഴെ വന്നിട്ടുണ്ടായിരുന്നു. 4536 വരെ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ബേസിക്കലി അതിനുശേഷം മാർക്കറ്റ് പെട്ടെന്ന് അപ്പിലോട്ട് പോവുകയും ചെയ്തു. 4596 വരെ തൊട്ടടുത്ത ക്യാൻഡിൽ വരികയും ചെയ്തു അല്ലേ. സോ ബേസിക്കലി ഈ ഒരു കറക്ഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിൽ നമ്മൾ ചൊവ്വാഴ്ച, വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ ഒരു കറക്ഷൻ വരാൻ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിലാണ് ഗ്രീൻലാൻഡിനെ എന്തായാലും വേണം എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മളുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഓക്കെ, അതിനുശേഷം സാറ്റർഡേ ഒക്കെ ആയപ്പോഴത്തേക്കും ഗ്രീൻലാൻഡ് ഇഷ്യൂ അല്ലെങ്കിൽ ഗ്രീൻലാൻഡ് സ്വതന്ത്രമായിട്ടുള്ളൊരു രാജ്യം ആവണം, അപ്പോൾ ട്രംപ് എടുക്കുന്ന നടപടികൾ ശരിയല്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള രാജ്യങ്ങൾക്കെതിരെ എല്ലാം 10% താരിഫ് ട്രംപ് കൊണ്ടുവരികയും ചെയ്തു. അത് ഈവൻ UK കൊണ്ടുവന്നു എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ബേസിക്കലി ഇന്ന് നമ്മുടെ US മാർക്കറ്റ് അവധി ആയതുകൊണ്ടിട്ട് തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് നാളെ വൈകുന്നേരം 6 മണിക്ക് ശേഷമായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, സോ അതാണ് ഒരു കാര്യം പറയാനായിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇറാൻ US തമ്മിലുള്ള ആ ഒരു സംഭവം അതൊരു വാറിലോട്ട് അത് നമ്മൾ എപ്പോഴും ഡിസ്കൗണ്ടഡ് ആയിട്ട് കാണണം എന്നുള്ളൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. സോ ബേസിക്കലി അത് ഡിസ്കൗണ്ടഡ് ആയിട്ട് തന്നെ കാണണം. കാരണം എന്താണ്, മിഡിൽ ഈസ്റ്റിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി കുറവാണ്. അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ ബേസിക്കലി US നല്ല ബന്ധമുള്ള സൗദി അറേബ്യ, അതേപോലെ ഖത്തർ പോലത്തുള്ള രാജ്യങ്ങൾക്ക് അവരൊരിക്കലും ഇങ്ങനൊരു സംഘർഷം ഉണ്ടാവാനായിട്ട് സാധിക്കില്ല. അത് മാത്രമല്ല, ബേസിക്കലി ഇറാന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ചൈനയും റഷ്യയും കൊടുക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ട്രംപ് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. സോ ആ ഒരു സമയത്താണ് നേരെ ഗ്രീൻലാൻഡിനെ മൊത്തത്തിൽ പിടിച്ച് ഗ്രീൻലാൻഡ് നമുക്ക് വേണം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, സോ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ട കാര്യം കൂടിയാണ്. അത് മാത്രമല്ല, നാറ്റോയിൽ നിന്ന് US പിന്മാറാനായിട്ടുള്ള പോസിബിലിറ്റി, അങ്ങനത്തുള്ള ന്യൂസുകളും അങ്ങനത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും നാളെ വരാനായിട്ട്, ഇന്നോ നാളെയായിട്ടൊക്കെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ ഇതൊക്കെയാണ് ബേസിക്കലി എനിക്ക് നമ്മളുടെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ബിക്കോസ് പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്, പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് നമ്മൾ വെറുതെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കേണ്ട, ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി ഉറപ്പായിട്ടും സ്റ്റോപ്പ് ലോസ് ഇട്ട് മാത്രം ട്രേഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അത് മാത്രമാണ് നമ്മളുടെ കയ്യിലുള്ളത് അല്ലേ, ബാക്കിയൊന്നും നമ്മളുടെ കയ്യിലില്ല. റിസ്ക് മാനേജ് ചെയ്യുക എന്നുള്ള ഒറ്റ കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യവും അല്ലേ. സോ ബേസിക്കലി റിസ്ക് മാനേജ് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്സ്. നമുക്ക് എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഫണ്ടമെൻ്റൽസിലോട്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് ബേസിക്കലി
നമ്മളുടെ ഫോറക്സ് ഫാക്ടറി എടുത്ത് നമുക്ക് ന്യൂസുകളെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ സോ ഇന്ന് നമുക്കറിയാം, നമുക്ക് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ US ഹോളിഡേ ആണ്, US ബാങ്ക് ഹോളിഡേ ആണ്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ സ്ലോ മൂവ്മെൻ്റ് ആണ് ഇന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളത്. സാറ്റർഡേ നടന്നിട്ടുള്ള വലിയ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ പ്രമാണിച്ചിട്ടാണ് ആക്ച്വലി ഇന്ന് മാർക്കറ്റ് ഒറ്റയടിക്ക് ഒരു ജമ്പ് അപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ക്യാൻഡിൽ മാത്രമാണ് ഒരു വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടായത്. ഓക്കെ, സോ ഇപ്പോൾ ഇനി മാർക്കറ്റ് വളരെ ചെറിയൊരു മൂവ്മെൻ്റ് ആയിരിക്കും എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി പോവുക. പക്ഷേ നാളെ നമുക്ക് ഫുൾ ഡേ ഓണാണ്. നാളെ പ്രത്യേകിച്ച് US സെഷനിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ്സ് വരാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, സോ നാളെ 12:30 മണിക്ക് ഇന്ത്യൻ ടൈമിംഗ് 12:30 മണിക്ക് നമുക്ക് ക്ലമൻ കൗണ്ട് ചേഞ്ച് GBP എന്ന് വരുന്നുണ്ട്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. സോ അതിന് മുന്നേ ആയിട്ട് GBPയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. അതിനുശേഷം 3:15 ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണറിൻ്റെ സ്പീച്ച് ഉണ്ട്. ഓക്കെ, സോ ഇതൊക്കെ GBPയെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്ന ഒരു ന്യൂസ് കൂടിയാണ്. GBPക്കെതിരെ GBP നല്ലൊരു കറക്ഷൻ വരാനായിട്ടുള്ള പോസിബിലിറ്റി എല്ലാം തുറന്ന് ഇട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി നമുക്ക് GBPയുടെ കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് സംസാരിച്ച് പോവുകയും ചെയ്യാം. സോ മറ്റന്നാൾ GBPയിൽ അടുത്ത ന്യൂസ് CPIയുടെ ന്യൂസ് വരുന്നുണ്ട് GBPയിൽ നിന്ന് 12:30 മണിക്ക്. സോ GBP എല്ലാ ദിവസവും GBPയുടെ ന്യൂസ് നാളെയും മറ്റന്നാളും ഉണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, മറ്റന്നാൾ രാത്രി 7 മണിക്ക് പ്രസിഡന്റ് ട്രംപിൻ്റെ സ്പീച്ച് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പുള്ളി എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും, മാർക്കറ്റ് എങ്ങോട്ടെങ്കിലുമൊക്കെ പോവുകയും ചെയ്യും അല്ലേ. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കണ്ടു പോവുകയും ചെയ്യണം. ഓക്കെ, വ്യാഴാഴ്ച നമുക്ക് എന്താണ് അൺഎംപ്ലോയ്മെൻറ്റ് അത് AUD ആണ്. സോ വ്യാഴാഴ്ച നമുക്ക് എല്ലാ വ്യാഴാഴ്ചയും വരുന്ന തേഴ്സ്ഡേ 22nd. ഓക്കെ, തേഴ്സ്ഡേ നമുക്ക് വ്യാഴാഴ്ച കോർ PCI പ്രൈസ് ഇൻഡെക്സ് ഉണ്ട്. ഫൈനൽ GDPയുടെ ന്യൂസ് വരുന്നുണ്ട്. അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിം ഉണ്ട്. ഇതെല്ലാം 7 മണിക്കാണ് വരുന്നത്. സോ US സെഷന് മുന്നേ ആയിട്ട് മാറി നിൽക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. സോ ആ ഒരു സമയത്തൊരു ഒരു ചാഞ്ചാട്ടം അല്ലെങ്കിൽ ഒരു വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് വ്യാഴാഴ്ച ഉള്ളത്. ഓക്കെ, സോ വെള്ളിയാഴ്ച നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ വൈഫൈക്ക് ചെറിയ എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടിട്ടാണ് ഇത് സ്ലോ ആയിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, സോ വെള്ളിയാഴ്ച നമുക്ക് ബാങ്ക് ഓഫ് ജപ്പാൻ പോളിസി റേറ്റ് ഉണ്ട്. JPY USD JPYയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണേണ്ട ന്യൂസുകളാണ്. ഓക്കെ, സോ അതേപോലെ തന്നെ ബാങ്ക് ഓഫ് ജപ്പാൻ അതിനുശേഷമുള്ള പ്രസ് കോൺഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 12:30 മണിക്ക് GBPയിൽ നിന്ന് റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് വരുന്നുണ്ട് വെള്ളിയാഴ്ച. ഓക്കെ, അതേപോലെ തന്നെ 3 മണിക്ക് ഫ്ലാഷ് മാനുഫാക്ചറിങ് PMI GBP ന്യൂസ് വരുന്നുണ്ട്. ഫ്ലാഷ് സർവീസ് PMI 3 മണിക്ക് വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ സെയിം ന്യൂസുകൾ USC നിന്നും 8:15 വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ആഴ്ച നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണേണ്ട ന്യൂസുകൾ. ഓക്കെ, സോ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ളത്, ഇതൊന്നും നമ്മളുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാതിരിക്കുക, ആ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു പോകാനായിട്ട് ഉള്ളതും. ഓക്കെ, സോ ഇതൊക്കെയാണ് മെയിൻലി എനിക്ക് നമ്മുടെ കലണ്ടർ ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് നേരെ എന്താ പറയുക, നമ്മുടെ USD JPYയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. USD JPY 157.91 നിൽക്കുന്നു. സോ നമ്മുടെ എല്ലാവരുടെയും 158.10 158 റേഞ്ചിൽ നിന്ന് ബൈ എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 158 നിന്ന് ബൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ആൾക്കാർ 157.40 താഴെയാണ് സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞത്. ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടില്ല. സോ വീണ്ടും നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് 158 നിന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർ ഹോൾഡ് ചെയ്യുക. ഓക്കെ, ഹോൾഡ് ചെയ്ത് ടേക്ക് പ്രോഫിറ്റ് 1:1.5 റേഷ്യോയിൽ നമുക്ക് എടുത്തു പോവുക. ആ ഒരു ഓപ്പർച്യൂണിറ്റി എടുത്തിട്ടില്ലാത്ത ആൾക്കാർ ഇപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യേണ്ട. ഒന്നുകൂടെ താഴെ വീണ് കിട്ടിയാൽ 157.50 157.60 കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു ബെറ്റർ പ്രൈസ് എന്നുള്ള രീതിയിൽ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. അവിടെ നിന്ന് ബൈ ചെയ്തുള്ള ഗുണം എന്താ അറിയോ, സ്റ്റോപ്പ് ലോസ് നമുക്ക് 20 to 30 പിപ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതിയാവും. ഓക്കെ, അല്ലാത്ത പക്ഷം നമുക്ക് ഇപ്പോൾ നമ്മളുടെ എന്താ പറയുക, ഇന്ന് രാത്രി അവസാനിക്കുന്നത് 158 മുകളിലും നാളെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്ക് 158 മുകളിലുമാണെങ്കിൽ അവിടെ നിന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് സേഫ് ആയിട്ടുള്ള എൻട്രി. കാരണം ഇന്ന് ഞാൻ എടുക്കാൻ പറയാത്തതിൻ്റെ റീസൺ US അവധിയാണ്, മാർക്കറ്റ് ഭയങ്കര സ്ലോ ആയിരിക്കും. അതുകൊണ്ടിട്ട് തന്നെ എന്താ പറയുക, മാർക്കറ്റിൽ വോളറ്റാലിറ്റി ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടിട്ട് വേണമെന്നുള്ള ആൾക്കാർക്ക് ഒരു ലോവർ പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഇല്ലാത്ത ആൾക്കാർ
ഇന്ന് വെയിറ്റ് ചെയ്ത് നാളെ എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്നുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. യൂറോയിൽ നിന്ന് മാറി നിൽക്കുക, ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിൻ്റെ കൂടെ 10% താരിഫ് യൂറോപ്യൻ കൺട്രീസിൽ 10 രാജ്യങ്ങൾക്കെതിരെയാണ് ട്രംപ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ടിട്ട് തന്നെ മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള തീരുമാനം എന്നും കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. സോ GBP ഇന്ന് രാവിലെ ജമ്പ് ഡൗൺ ആയിരുന്നു. ഓക്കെ, സോ ബേസിക്കലി നമ്മുടെ GBPക്ക് നല്ല അവസരങ്ങൾ നിൽപ്പുണ്ട്. കാരണം ഉറപ്പായിട്ടും വർഷങ്ങളായിട്ട് കൂട്ടുകാരായിരുന്ന UK ട്രംപിനെ അല്ലെങ്കിൽ US-നെ എന്താ പറയുക, US-നെ സപ്പോർട്ട് ചെയ്യാതെ ഗ്രീൻലാൻഡിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടിട്ട് തന്നെ ഉറപ്പായിട്ടും ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് UK വിമർശിച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാകും. ഓക്കെ, സോ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്ത് ഇപ്പോൾ ഒന്നും ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് പിന്നീട് ഒരു ട്രേഡ് എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളൊരു കാര്യം. സോ അതിൽ നമുക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി 1.3300 എന്നുള്ള ഒരു ബൈയും 1.3200 എന്നുള്ളൊരു ബൈയുമാണ്. ഓക്കെ, അതൊരു ലോങ്ങർ പോയിന്റിൽ തന്നെ നമുക്കത് ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. 1.3200 എന്നൊക്കെ നമുക്കൊരു ലോങ്ങർ ടൈമിൽ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഇന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. തൽക്കാലത്തേക്ക് ഇന്നൊന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഇന്നും നാളെയായിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് മാത്രമല്ല നാളെ മറ്റന്നാൾ, അത് മാത്രമല്ല വെള്ളിയാഴ്ച GBP ഇന്ന് ഫണ്ടമെൻ്റൽ ബേസ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളും വരാനായിട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഓക്കെ, സോ നിങ്ങൾ ബൈ ചെയ്ത് കഴിഞ്ഞാലും 1.3200 ബൈ ചെയ്ത് കഴിഞ്ഞാലും സ്റ്റോപ്പ് ലോസ് കുറച്ച് വൈഡൻ ചെയ്തിടുക. കാരണം നമ്മൾ ലോങ്ങർ ടേമിലോട്ടാണ് നമ്മൾ ബൈ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാനായിട്ട്. സോ അല്ലാത്ത പക്ഷം നമുക്ക് നാളത്തേക്ക് ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്നുള്ള കാര്യമാണ് എനിക്ക് GBPയിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് നമുക്ക് അറിയാം, ഇന്നത്തെ ഓൾമോസ്റ്റ് എല്ലാ ക്യാൻഡിൽസും 4660 മുകളിലായിട്ട് ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ 60-58 ആ റേഞ്ചിലൊക്കെയാണ്. ഓക്കെ, സോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഇന്നത്തെ ദിവസം പറയണം എന്നില്ല. കാരണം ഇന്ന് US അവധി ആയതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റ് വളരെ ചെറിയ മൂവ്മെൻ്റ് ആയിരിക്കും ഇനി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇന്ന് ഗ്രീൻലാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിലൊരു കറക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ കറക്ഷൻ ഈ ഒരു ക്യാൻഡിൽ താഴോട്ട് വന്നപ്പോൾ ഓൾമോസ്റ്റ് വെള്ളിയാഴ്ച 4537 വരെ വന്നിട്ട് ഈ ഗ്രീൻലാൻഡിൻ്റെ ഇഷ്യൂയെ പറ്റിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോഴാണ് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് കയറിപ്പോയത്. ഓക്കെ, ആ കറക്ഷൻ നമുക്ക് നടക്കാം. അത് മാത്രമല്ല മാർക്കറ്റിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുന്നത് കൊണ്ടിട്ട് തന്നെ മുകളിലോട്ട് മാർക്കറ്റ് ഇനി ഒരു $100 പോവുകയും ചെയ്യാം കേട്ടോ. സോ പല ആൾക്കാരും ഓൾ ടൈം ഹൈ ആണെന്ന് വിചാരിച്ച് മാർക്കറ്റിൽ നിന്ന് സെല്ല് ചെയ്യുന്നുണ്ട്. ഓക്കെ, സെല്ല് ചെയ്യാതിരിക്കുക. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കൂടെ പറഞ്ഞാണ് സെല്ല് ചെയ്യാതിരിക്കുക, ബൈ മാത്രം ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, സോ ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് റെക്കമെൻഡേഷൻസ് ഒന്നും തന്നെ ഇല്ല. പക്ഷേ മാർക്കറ്റിൽ നിന്ന് എടുക്കാം. 4630 അവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. വളരെ ചെറിയ ലോട്ട് സൈസ് എടുക്കുക, $25 എങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കുക. ഓക്കെ, ലോട്ട് സൈസ് കുറയ്ക്കുക. ടേക്ക് പ്രോഫിറ്റ് 37.5 1:1.5 റേഷ്യോയിൽ സ്റ്റോപ്പ് ലോസും വെച്ച് പോവുക. ഒരു 4630-35 റേഷ്യോൻ്റെ അവിടെ ആ ഒരു റേഞ്ചിൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്ത് പോകുന്നതായിരിക്കും ഗോൾഡിൻ്റെ ഉള്ളൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ, സോ വളരെ എനർജി ഇല്ലാതെയാണ് ഞാൻ സംസാരിച്ചതെന്ന് എനിക്കറിയാം. ഒട്ടും വയ്യാത്തത് കൊണ്ടിട്ടാണ്, ബോഡി മൊത്തം പെയിനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.